ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 11 എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. അതായത് എൻ്റെ ധൻഷുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആണിത്. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് പാറു ചേച്ചി രാവിലെ തന്നെ വന്നിട്ട് ഇതാ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വീറ്റ് കാർഡും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ ആ ഒരു കഴിവ് വെച്ചിട്ട് അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പാറുക്കുട്ടി. അപ്പോൾ ധൻഷുവിനും നമുക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ധൻഷു ബേബി പിന്നെ എക്സ്ട്രാ ഹാപ്പിയാണ്, കാരണം അവന് നല്ലൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു വണ്ടിയുടെ ആ ഒരു കാര്യങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് അതുപോലെ ഫോഗ് അടിക്കുന്ന ഒരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു തിരക്ക് പിടിച്ചൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ധൻഷു ബേബീനെ സ്കൂളിലൊക്കെ അയച്ചതിന് ശേഷം തന്നെ ഞാനിത് ചായ ഒന്നും കുടിച്ചില്ല, കാരണം തിരക്ക് പിടിച്ചൊരു ഡേ ആണ്. ധൻഷു ബേബി അങ്ങ് ഇറങ്ങിയ പാട് തന്നെയാണ് പൊതുവേ നമ്മൾ ചായയൊക്കെ കുടിക്കാറ്. അപ്പോൾ നമ്മളിത് ചായ ഒന്നും കുടിക്കുന്നതിന് മുന്നേ തന്നെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തളിപ്പറമ്പിലാണ് കേട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ടായത്. അപ്പം ഇത് രാവിലെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പ്ലേ സ്കൂളാണല്ലോ, അപ്പോൾ അവിടത്തേക്ക് കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വേണ്ടിയിട്ട്. അപ്പോൾ അത് രാവിലെ 10 മണിയാകുമ്പോൾ അവിടെ എത്തിക്കണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ തളിപ്പറമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്നാണ് കേക്ക് മേടിക്കാറത്, കഫേ കുൽഫി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് ഇവിടെ കേക്ക്. എല്ലാ ഫ്ലേവേഴ്സും നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ അവരത് ചെയ്തു തരും. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ ഈ കാണിച്ച പോലെ തന്നെ അവർ ചെയ്തു തരത്തില്ലാന്ന്, പക്ഷേ അത് കയ്യിൽ കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ഞെട്ടാറുണ്ട്. അതിലും അടിപൊളിയായിട്ടാണ് നമുക്കത് കൈ കിട്ടുമ്പോൾ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അവർ തുടക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിത് അവിടുത്തെ കേക്ക്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈവനിങ്ങിൽ കട്ട് ചെയ്യാനുള്ള കേക്ക് ഈവനിങ്ങിൽ തയ്യാറാകും. അത് എഗ്ലെസ് ആക്കണം, കാരണം ഹസ്ബൻഡ് സാമിയാണല്ലോ. അപ്പോൾ അത് എഗ്ലെസ് ആക്കിയത് നമ്മുടെ കേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് ഇതാ അപ്പോൾ അവർ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതാ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല. എനിക്ക് അവർ ഫ്ലാഷൊക്കെ അടിച്ചു തന്നിട്ടാണ് കേട്ടോ കുറച്ച് വെളിച്ചം കിട്ടിയത്. അപ്പോൾ അവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ്. വളരെ എന്താ പറയുക, നല്ല കെയർഫുള്ളായിട്ടാണ് ഇത് നമുക്ക് തരിക കേട്ടോ. ഇനി നമുക്ക് നേരെ സ്കൂളിലേക്കാണ് പോകേണ്ടത്. ഈ കേക്ക് എടുത്തിട്ട് കേക്ക് സ്കൂളിൽ കൊടുത്ത് അവിടുത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് തിരിച്ച് വീണ്ടും തളിപ്പറമ്പിലേക്ക് വരാനുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ അമ്പലത്തിൽ പായസം കഴിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ പായസം വാങ്ങിക്കണം. അപ്പോൾ തൃശ്ശംബരം അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ എത്താറായിട്ടുണ്ട്. ധൻഷു ബേബീൻ്റെ ബക്കളത്താണ് കേട്ടോ സ്കൂൾ വരുന്നത്. അപ്പോൾ ഈ വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായത്. അത് ഫ്രണ്ടിൽ നിന്ന് അത് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ കുട്ടികളുടെ പ്രാർത്ഥനയും എക്സസൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. അവരത് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്, ടീച്ചേഴ്സും പിന്നെ അവിടുത്തെ സിസ്റ്ററും ഒക്കെയാണ്. ധൻഷു ബേബീനെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, പ്ലേ സ്കൂളിലെ ടീച്ചർ ഇന്ന് ലീവായിരുന്നു. ടീച്ചർക്ക് പനിയായിരുന്നു കേട്ടോ. ഷൈമ ടീച്ചർ ലീവായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ നിന്നിട്ട്. പിന്നെ ഈ ഒരു സമയത്തൊക്കെ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ സോങ്. അപ്പോൾ അത് കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിസ്റ്ററുടെ കൈയും പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അവൻ. അപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും ഇന്ന് യൂണിഫോം ഇടേണ്ട ഡേ ആണ്. അവർക്ക് ബുധനാഴ്ചയാണ് കളർ ഡ്രസ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേങ്കിൽ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അവർക്ക് ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പം കളർ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ സമ്മതിച്ചതിനെ തുടർന്നാണ് ഈ കളർ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവൻ്റെ മുഖം കണ്ടാലും എനിക്കറിയാം അവൻ നല്ല ഹാപ്പിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അടുത്ത പരിപാടി ടീച്ചേഴ്സിനും അവരെല്ലാവർക്കും ഇതുപോലെ കേക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ധൻഷുവിന് അങ്ങനെ പൊതുവേ കേക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ അവിടെ നിന്ന് അത് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പീസൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം ഇങ്ങനത്തെ മധുരമുള്ള ഐറ്റംസോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല അവന്.
അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ എല്ലാവരും അവന് വിശ്വസം അറിയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ധനുഷു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഭയങ്കര ചില്ലാക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ നമ്മൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങളും കൂടെ കൊടുക്കുക എന്നുള്ള ഇതിൽ നമ്മൾ രണ്ടാളും കൂടെ കൊടുക്കുന്നതാണ് കേട്ടോ കേക്ക്. ഇനി അടുത്ത പരിപാടി ഈ കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വീണ്ടും തിരിച്ച് പോകണല്ലോ. പഠിക്കണേ പോയിട്ട് വൈകുന്നേരം വരണേ. വൈകുന്നേരം നമുക്ക് മറ്റേ ഓക്കെ മഞ്ഞല്ലേ അച്ഛൻ മേടിച്ചിട്ട് വരട്ടെ. അങ്ങനെ തൻഷു ബേബീനെ അവിടേക്ക് നമ്മളിതാ തിരിച്ച് തളിപ്പറമ്പിലെത്തിയിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈവനിങ് കട്ട് ചെയ്യേണ്ട കേക്കിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിതാ തിരിച്ച് തളിപ്പറമ്പിലെത്തി തൃശ്ശംബരം അമ്പലത്തിലേക്കാണ് പോകുന്നത്. അവിടെ പായസം കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണേ. അപ്പം നല്ലൊരു ഒരു പോസിറ്റിവിറ്റിയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുമ്പം. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരണം കേട്ടോ. കാരണം കണ്ടില്ല ആ അമ്പലത്തിൻ്റെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളിത് നടന്ന് പോകുന്നതാണ് കേട്ടോ. 11 മണിക്ക് എത്താനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായത്, പായസം കൊടുക്കുന്ന സമയമാണത്. അപ്പോൾ അങ്ങനെ നമ്മളിത് നടന്ന് പോവുകയാണ് അങ്ങോട്ടേക്ക്. ഒരു പ്രത്യേക വൈബുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ വഴിപാടിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അത് ഇന്നലെ 3 ലിറ്ററിനാണ് നമ്മൾ പറഞ്ഞത്, ഇനി 1 ലിറ്ററും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതിൻ്റെ റെസീറ്റ് മുറിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രം മൊത്തത്തിലുള്ളത്. കണ്ടില്ലേ, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കാനായിട്ടൊക്കെ ഒരു പ്രത്യേക വൈബാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു പായസത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. 11 മണി കറക്റ്റ് ആയില്ല, അപ്പം അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ. അപ്പോൾ ഫ്രണ്ടിലുള്ള ഈ ഒരു മരത്തിൻ്റെ പേരറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഉത്സവ സമയത്ത് ഇവിടെയാണ് വിഗ്രഹം വെക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഹസ്ബൻഡ് ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു തരാണ് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഈ ഒരു കോവിലിന് ചുറ്റിലും വെള്ളമാണ് ഫുള്ളായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക ഇതുണ്ടല്ലോ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് തൊഴുതു. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സമയത്തും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടെ നല്ലൊരു കുളമുണ്ട്. അപ്പോൾ അതിൽ കുറേ താമരയൊക്കെ ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അത് കുറേ നല്ല നല്ല താമര പൂക്കൾ, അത് വീഡിയോയിൽ കറക്റ്റ് കാണുന്നില്ല, കുറേ ദൂരത്താണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുളത്തിലിറങ്ങിയപ്പോൾ ഇവിടെ ഒരു നല്ല രസമുണ്ട്. ആ മീനുകളൊക്കെ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്ന കാണാൻ. അത് തന്നെ നോക്കിയിരിക്കാനൊരു പ്രത്യേക രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞാൻ അത് തന്നെ നോക്കിയിരുന്നു. പിന്നെ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം 11 മണിക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈം ആയില്ല, ആ ഒരു സമയത്തിനുള്ളിൽ ഇടയ്ക്കാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിതാ പായസം ഏകദേശം ടൈം ആയിന്ന് നോക്കിയിട്ട് ഞാനിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഹസ്ബൻഡ് അവിടെ ഇരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അതൊരു കുഞ്ഞു വാവേനെ കണ്ടോ, അത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാണാനൊരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ ഞാനത് ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ പായസമൊക്കെ വാങ്ങിച്ചു. 3 ലിറ്ററിൻ്റെത് ഒരു വലിയ തട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1 ലിറ്ററിൻ്റെത് കൂടെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടോയ് ഫാക്ടറിയിലേക്കാണ് വെച്ച് പിടിച്ചത് ധൻഷു ബേബിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട്. നമ്മൾ ഇപ്രാവശ്യം സ്റ്റഡി ടേബിളാണ് വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവർ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ല, നമ്മൾ ധൻഷുവിൻ്റെ ജീപ്പൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ച് നമുക്കൊരു നല്ല പണിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ തളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മയുടെ സൊസൈറ്റിയിൽ കയറിയിട്ട് അവിടെ പായസവും മുട്ടായും ഒക്കെ നമ്മൾ കൊടുത്തു.
അങ്ങനെ ഈ മുട്ടായി നമുക്ക് മുട്ടം പണി തന്നിട്ടുണ്ടായിരുന്നു. 1-2 ആൾക്കാർക്ക് നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു വരുന്ന വരുത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനൊരു മുട്ടായി എടുത്ത് ജസ്റ്റ് ഒന്ന് വായിലിട്ട് നോക്കിയതാണ്. അപ്പോഴേ അച്ഛൻ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് ഒരെണ്ണം കഴിച്ചപ്പോൾ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട്, അത് കുട്ടികൾക്ക് കൊടുക്കണ്ട, മാറ്റി വെച്ചേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോഴാണ് ഫുള്ളായിട്ട് പുഴുക്കൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടായിൽ ഫുള്ള്. അപ്പോൾ നമ്മളത് ഓൺ ദ സ്പോട്ടിൽ തന്നെ പുഴുക്കളെ കണ്ടപ്പോൾ തന്നെ അത് എടുത്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുട്ടായി തിരിച്ചു കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അത് അപ്പം തന്നെ എടുത്ത് പോകാൻ റീസൺ വേറൊന്നുമല്ല, അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഷോപ്രിക്സിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഫുള്ള് മുട്ടായിൽ പുഴുക്കളായിരുന്നു കേട്ടോ ആ ഒരു മുട്ടായി. അത് നമ്മൾ തൂക്കി വാങ്ങിച്ചതായിരുന്നു അല്ലെങ്കിൽ. അപ്പോൾ നമ്മളത് തിരിച്ചു കൊടുത്ത പാടന്നെ അവർ നമുക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറിയൊക്കെ പറഞ്ഞു. കാരണം അതവർ സോറി പറയേണ്ട കാര്യമില്ല, കാരണം അവരത് മുട്ടായി പൊളിച്ച് നോക്കുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം നമ്മളിപ്പോൾ എന്ത് മുട്ടായി വാങ്ങിക്കുന്നതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് അങ്ങനെ അവിടുന്ന് പൈസയൊക്കെ മേടിച്ച് നമ്മൾ കുറേ ഇങ്ങോട്ടുള്ള കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇവരോട് നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ മിഠായി വാങ്ങിച്ചപ്പം ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവിടെ നിന്ന് എടുക്കുന്നുണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ ഒരിക്കൽ ഒരു പണി കിട്ടിയാൽ നമ്മൾ എന്തായാലും പിന്നീട് അവിടെ നിന്നൊന്നും വാങ്ങിക്കില്ല എന്നല്ല. ആ ഒരു കടയെ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തിയതല്ല, കാരണം അവരത് നോക്കുന്നില്ല. അത് കൊക്കോ ചേർത്ത മിഠായി കൊണ്ട് അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ആണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു പണി ഒരിടത്തു നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കത്തില്ല എന്നല്ല, അതാണല്ലോ മലയാളികളുടെ ഒരു സ്വഭാവം. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കില്ല. നമ്മളധികം വാങ്ങിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു, പക്ഷെ അത് അവരെ കുറ്റം കൊണ്ട് വന്നതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ വരുമ്പോഴേ ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വീണ്ടും തിരിച്ചെത്തി. നമ്മൾ അടുത്ത ഈവനിങ്ങിലുള്ള ഫുഡിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെല്ലാം കൂടെ സെറ്റാക്കി. ഞാൻ ഉള്ളിയും തക്കാളി അങ്ങനത്തതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പരിപാടിയാണ്, 4ാമത്തെ പിറന്നാളാണെന്നല്ല. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം റെഡിയായപ്പോൾ ഞാനിതാ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുക, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ അമ്മമ്മ എല്ലാവരും ഉണ്ട്, കേക്കൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതാ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ബലൂണൊക്കെ പൊന്തിച്ച് അതൊന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പാറക്കുട്ടി എല്ലാവരും ഉണ്ട്. ധനുഷുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പാറക്കുട്ടി. അപ്പോൾ അതെല്ലാവരും കാര്യമായിട്ട് ബലൂണൊക്കെ ഊതി ബന്ധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ധനുഷു ബേബിൻ്റെ ഫേവറേറ്റ് കളറാണ്, ഫേവറേറ്റ് തീമുമാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് JCB, അതുപോലെ തന്നെ ഈ യെല്ലോ കളറാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. എവിടെ പണ്ട് മുതലേ എവിടെയെങ്കിലും യെല്ലോ കളർ കണ്ടു കഴിഞ്ഞാൽ അവന് യെല്ലോ കളറുള്ള വണ്ടി എന്തെടുക്കുന്നുണ്ടെങ്കിലും അവന് യെല്ലോ കളറാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വാങ്ങിക്കാം. അപ്പോൾ ധനുഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നൈതിക് ലാൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മളെ കേക്ക് കട്ടിങ് ആണ്. അമ്മക്കും കൊടുക്ക്, അമ്മക്ക് അങ്ങോട്ട് കൊടുക്ക്, അമ്മക്ക് കൊടുക്ക്. ആ ചെക്കൻ കൊടുക്കും, ആ പാറന് കൊടുക്ക്, എല്ലാവർക്കും കൊടുക്കും. ആ നീ ഓക്കെ. അല്ല അമ്മക്ക് കൊടുക്കണ, അമ്മ കൊടുത്തു കൊണ്ട. ഇതാ അമ്മ കൊടുക്ക്. രാവിലെ കഴിക്കാണ്. ആ കുറച്ച് മതി. അച്ചു
എൻ്റെ വണ്ടി അച്ഛനെ കൈ കാണില്ല പോലെ കൊടുത്തില്ലല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലൊരു കോമഡി ആയിരുന്നു. ധനുഷ് ബേബിക്ക് വണ്ടികളൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോൾ ധനുഷ് അൺബോക്സ് ചെയ്യുന്നത് നൈദ് ഇക്ലാൽ, ധനുഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നൈദ് കൊടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പാറു കൊണ്ട് കൊടുത്ത വണ്ടിയും ഇപ്പം നൈദ് കൊണ്ട് കൊടുത്ത വണ്ടിയും സെയിം ആണ് കേട്ടോ. കളർ ചേഞ്ച് എന്ന് മാത്രമേ ഉള്ളൂ. ഈ വ്ളോഗിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വണ്ടി കാണിച്ചിട്ടുള്ള സെയിം പർപ്പസാണ് ഈ ഒരു വണ്ടിയിൽ കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മസാലയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ചോറ് വെക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ചോറ് വെച്ച് മാത്രമല്ല എല്ലാവരും ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഇനി ഇവർക്കൊക്കെ ചോറ് കൊടുക്കണം. ഇവർക്കൊക്കെ വീട്ടിലേക്ക് തിരിച്ച് പോകേണ്ടതാണല്ലോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഇതാ ഭയങ്കരമായിട്ട് കളിയാണ് വണ്ടികളൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഇതാ ഇവരെല്ലാം ചോറ് കഴിക്കുകയാണ് ഇവിടെ നിന്ന്. ഇപ്പോൾ ഈ ഒരു പോട്ടും അതിലുള്ള ഫിഷും നമ്മൾ രാവിലെ വാങ്ങിച്ചതാണ് കേട്ടോ. വഴിയോരത്ത് വിൽക്കാൻ വേണ്ടി വെച്ചപ്പോൾ ജസ്റ്റ് കണ്ടപ്പോഴങ്ങനെ വാങ്ങിച്ചതാണ്. ഏതൊക്കെയോ വീഡിയോസ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു, എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ എല്ലാവരും കഴിച്ചു. ഇനി അവർക്കൊക്കെ പായസം കൊടുക്കുക. എല്ലാവരും കഴിച്ച് നമ്മൾ കഴിച്ചില്ല കേട്ടോ. വന്നവർക്കൊക്കെ ഫുഡ് കൊടുത്തു എന്നുള്ളതാണ്. ഇനി എന്താ പായസം കൂടെ കൊടുക്കാനുണ്ട്. രാവിലെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിപ്പിച്ചേ. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി. അപ്പോഴത്തേക്ക് നമ്മളിതാ ഫുഡും കഴിച്ച്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ച് വേറെ പ്രത്യേകിച്ച് പരിപാടികളാണ്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നമ്മളും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ധനുഷ് ബേബി ഇതാ നല്ല ഉറക്കത്തിലായിട്ടോ അവൻ. അപ്പോൾ അവന് നമ്മൾ വാങ്ങിച്ച സ്റ്റഡി ടേബിളാണ് ഇവിടെ ഇരിക്കുന്നത്. വണ്ടികളൊന്നും വാങ്ങിച്ചില്ല. കുറേ വണ്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടികൾ വേറെയും മുന്നേ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഇതാകുമ്പം അവന് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.